ഈശോം ശിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ജപമാല മാസത്തിൻ്റെ 5-ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നാം പ്രത്യേകമായി ഓർക്കുന്ന ഒരു കാര്യം, ജപമാല പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ. പലപ്പോഴും നമുക്കറിയാം, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു അധ്വാനമാണ്. വെറുതെ ഈസിയായിട്ട് പ്രാർത്ഥിക്കാമെന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത്. പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ കഷ്ടപ്പാടുകളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ഈ പ്രാർത്ഥന എന്ത് പ്രാർത്ഥനയാണ് നമ്മൾ തുടങ്ങുന്നത്, അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ അതിനോട് താതാത്മ്യം പ്രാപിക്കണം. നമുക്കറിയാം, പഴയ നിയമത്തിൽ ജോബ് പ്രാർത്ഥിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തിരുരക്തം തെളിച്ച് മുൻകൂട്ടി സംരക്ഷണ പ്രാർത്ഥന നടത്തുന്ന ഒരു അവസ്ഥ. തിരുരക്തം കൊണ്ട് കോട്ട കെട്ടി പ്രാർത്ഥിക്കുന്ന ജോബിനെ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ പ്രാർത്ഥനകൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആത്മീയമായിട്ടൊന്ന് ഒരുങ്ങണം. ശരിക്കും നമുക്ക് പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തുന്ന ആ സമയത്ത് ചെയ്യാവുന്ന ഒരു കാര്യമാണത്. അതോടൊപ്പം തന്നെ പൈശാചികമായ പീഡകൾ പ്രവർത്തിക്കുവാൻ, പ്രലോഭനം ഉളവാക്കുവാൻ സാവകാശം നൽകുന്ന എല്ലാ പാപവും, സ്വാർത്ഥതയും, വാശിയും, പിണക്കവും, അലസതയും പശ്ചാത്തപിച്ച് ഉപേക്ഷിക്കണം നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പ്. കാരണം ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും വിശുദ്ധീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം, ഇതുപോലെ തന്നെ ഈ പാപ അവസ്ഥകൾ, സ്വാർത്ഥത, വാശി, പിണക്കം, അലസത, ഇതൊക്കെ നമ്മുടെ കയ്യിലിരിപ്പുകളാണ്. നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. ഇല്ല എന്ന് ഒരിക്കലും നമ്മൾ പറയും. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ്. അതെല്ലാം നമ്മൾ പശ്ചാത്തപിച്ച് ഉപേക്ഷിക്കണം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നല്ലൊരു കുമ്പസാരം എപ്പോഴും നമ്മൾ ഒരുങ്ങി നടത്തണം. മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കുമ്പസാരിക്കണം. നമ്മൾ കുമ്പസാരിക്കുന്നത് കണ്ടിട്ട് വേണം നമ്മുടെ മക്കള് കുമ്പസാരിക്കാനായിട്ട്. സാധിക്കുന്നവർക്ക് 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കാം. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ്, ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും കുമ്പസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനകൾക്കൊക്കെ നല്ല ഒരുക്കം എനിക്ക് കിട്ടാറുണ്ട്. നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട് വിളിക്കുന്നവർക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ മാനുഷികമായ ശത്രുക്കളോട് ക്ഷമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് നാം യാതൊരു അലംഭാവവും